ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാത്തതിൽ ഊന്നിയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ വേണ്ടിയാണ് അയ്യപ്പ സംഗമം എന്ന മറുപടിയാണ് സർക്കാരിന്റേത്. NSS ജനറൽ സെക്രട്ടറിയെയും SNDP ജനറൽ സെക്രട്ടറിയെയും ക്ഷണിക്കാൻ മറ്റന്നാൾ ദേവസ്വം പ്രസിഡന്റ് നേരിട്ടെത്തും. 10 കൊല്ലമില്ലാത്ത അയ്യപ്പ സ്നേഹമാണ് സർക്കാരിനെന്ന് പ്രതിപക്ഷ നേതാവ്. സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തി നൽകുമോ എന്നുള്ള ചോദ്യം VD സതീശൻ ആവർത്തിച്ചു. സുപ്രീം കോടതിയിലെ അഫിഡവിറ്റ് സത്യവാങ്മൂലം ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? 1. എടുത്ത കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ? 2. ശബരിമലയിലെ ഇത്രയും നാൾ വികസന പ്രവർത്തനം എന്തുകൊണ്ട് നടത്തിയില്ല? വിശ്വാസികൾക്കുണ്ടായ മുറിവുണക്കാൻ സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് രമേശ് ചെന്നിത്തല. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണമെന്ന് നിർബന്ധമുണ്ടായിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതിന് സർവ്വ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവത്തിന് നേതൃത്വം കൊടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് വരെ ആ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയോ വിശ്വാസികളുടെ മുറിവുണക്കാനുള്ള ഒരു പ്രസ്താവന പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇഷ്ടപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നുവെന്നും ബാക്കിയുള്ളവ നിലനിർത്തുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമറിയില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ശങ്കർ വർമ്മ പറഞ്ഞു. നമ്മുടെ ലക്ഷ്യം മുഴുവൻ ആചാരം സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. ഭക്തജനങ്ങൾക്ക് വേണ്ടി ആണ് പന്തളം കൊട്ടാരം നിലനിൽക്കുക. പിന്നെ അവർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അനുകൂലിക്കും, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. വിവാദങ്ങൾക്ക് പിടികൊടുക്കാതെയാണ് സർക്കാരിന്റെ പ്രതികരണം. അതിനകത്ത് രാഷ്ട്രീയവും ഇല്ല, ജാതിയോ മതമോ ഒന്നുമില്ല. ഒള്ളി അയ്യപ്പ ഭക്തന്മാരുടെ സംഗമം എന്നത് മാത്രമാണ് ഇതിലുള്ളത്. NSSന്റെ SNDPയുടെ ജനറൽ സെക്രട്ടറിമാരെ ക്ഷണിക്കാൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് മറ്റന്നാൾ പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലും പോകും. 22-ന് സംഘപരിവാർ നടത്തുന്ന വിശ്വാസ സംഗമത്തിലേക്ക് NSSന്റെ ജനറൽ സെക്രട്ടറി ക്ഷണിക്കാനാണ് അവരുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.